നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവുകയാണ്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് അവസരം നൽകിയാൽ 7 മാസത്തിനുള്ളിൽ നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാക്കുമെന്നാണ് BJP പറയുന്നത്. എന്നാൽ ഇടത് വലത് മുന്നണികൾ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയും പ്രധാന ചർച്ചാ വിഷയമാണ്. നിലമ്പൂർ മുതൽ നഞ്ചൻകോട് വരെയുള്ള 138 കിലോമീറ്റർ റെയിൽപാത വേണമെന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. നിലമ്പൂരിൻ്റെയും മലബാറിൻ്റെയും റെയിൽവേ വികസനത്തിന് വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്നതാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത. നഞ്ചൻകോട് നിന്നും തുടങ്ങി അമ്പലു, കല്ലമ്പലു, സർഗൂർ, ഹെഗനൂർ വഴി കേരളത്തിലെ സുൽത്താൻ ബത്തേരിയിലും പിന്നീട് മീനങ്ങാടി, കൽപ്പറ്റ, മേപ്പാടി, ചൂരൽമല, പോത്തുക്കല്ല്, അകമ്പാടം വഴി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ചേരുന്ന രീതിയിലാണ് പാത വിഭാവനം ചെയ്തത്. കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രാദൂരം 100 കിലോമീറ്ററെങ്കിലും കുറയ്ക്കാനാവുമെന്നുള്ളതാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ പ്രത്യേകത. ഒപ്പം മുത്തങ്ങ മൈസൂരു രാത്രി യാത്രാ നിരോധനവും ഈ പാത യാഥാർത്ഥ്യമാവുന്നതോടെ മറികടക്കാൻ കഴിയും. 1990 മുതൽ തന്നെ പാത വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. O. രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായപ്പോഴാണ് ആദ്യമായി പാതയുടെ സർവേ നടത്താൻ ഉത്തരവായത്. പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി E. ശ്രീധരനെ നിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് ഒന്നാം മോദി സർക്കാർ 2016-17 കേന്ദ്ര ബജറ്റിൽ പാത അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും പാതയ്ക്കായി 6000 കോടി രൂപ റെയിൽവേ ബജറ്റിൽ കണക്കാക്കുകയും ചെയ്തു. കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി പദ്ധതി നടപ്പാക്കണമെന്നും ഇതിനുവേണ്ടി പകുതി തുക കേന്ദ്ര സർക്കാർ നൽകാമെന്നായിരുന്നു തീരുമാനം. ഇടതുപക്ഷത്തിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും താൽപ്പര്യക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത ഇന്നും യാഥാർത്ഥ്യമാവാതെ കിടക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും താൽപ്പര്യമുള്ളതാവട്ടെ തലശ്ശേരിയിൽ നിന്നും മൈസൂരുവിലേക്കുള്ള പാതയ്ക്കാണ്. എന്നാൽ ഇത് സാങ്കേതികമായും സാമ്പത്തികമായും സാധ്യമല്ല എന്നാണ് പഠന റിപ്പോർട്ടുകൾ വരെ വന്നത്. പിണറായി സർക്കാരിൻ്റെ താൽപ്പര്യക്കുറവ് മൂലം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സംയുക്ത പദ്ധതി നടപ്പായില്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന് പദ്ധതിയിൽ വലിയ താൽപ്പര്യമുണ്ട്. കേന്ദ്ര സർക്കാർ തനിയെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ പദ്ധതി ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ സർവേ പൂർത്തിയാക്കി DPR നടപടികളും അവസാന ഘട്ടത്തിലാണ്. വനത്തിലൂടെ കടന്നുപോകുന്ന പാതയ്ക്കായി ടണൽ ഉൾപ്പെടെ നിർമ്മിക്കാനാണ് തീരുമാനം. എന്നാൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ പദ്ധതി ഇനിയും വൈകും. രാജ്യമെമ്പാടും റെയിൽവേ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടക്കുമ്പോൾ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയും നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൽ BJP പറയുന്നത്. അതേസമയം ഇടത് വലതു മുന്നണികൾ ഈ വിഷയം മിണ്ടുന്നുമില്ല. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.